ഹലോ എവരിവൺ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളായിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഏരിയകൾ നിങ്ങളുടെ മുന്നിൽ വളരെ സിമ്പിളായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലും അവതരിപ്പിക്കുന്ന സീരീസാണ് മെം സീരീസ്. മെം സീരീസിൽ ഒട്ടനവധി ക്ലാസ്സുകൾ നമ്മൾ ഇതിനകം ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഹാജാസ് ക്ലാസ്സസിലെ മെം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സസ് ലഭിക്കുന്നതാണ്. അതുകൂടി ഉപയോഗപ്പെടുത്തുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 10 ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് അല്ലെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ് എന്ന് നമുക്കറിയാം. സബ്ജക്റ്റിന് പ്രാധാന്യമുള്ളത് ആക്റ്റീവ് വോയിസും ദെൻ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം, അഥവാ സബ്ജക്റ്റിന് പ്രാധാന്യമില്ലെങ്കിൽ പാസീവ് വോയിസുമാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോവുക. അപ്പോൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഐ നോ ഹിം. അപ്പോൾ ഞാൻ പറയുന്ന അതേ രീതിയിൽ ചിന്തിക്കുക. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആകുന്ന സമയത്ത് സബ്ജക്റ്റ് ലാസ്റ്റ് പോകണം, ഒബ്ജക്റ്റ് ഇവിടെ വരണം. അപ്പോൾ ഹിം ഇവിടെ വരുമ്പോൾ ഹി ആകും, ഐ ഇവിടെ പോകുമ്പോൾ മീ ആകും അല്ലെ. സബ്ജക്റ്റ് ഒബ്ജക്റ്റിൽ പ്രൊനൗൺ ആണ് ഉള്ളത് എങ്കിൽ അതിലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഹിം ആയതുകൊണ്ട് അത് ഹി ആയി മാറുന്നു, ഐ അവസാനത്തിൽ പോകുമ്പോൾ മീ ആയി വരുന്നു. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടെ ഐ തന്നെയാണ് ഉള്ളത്, ഓപ്ഷൻ എ നമുക്ക് വെട്ടാം. ബിയിലും സിയിലും ഹി കറക്റ്റ് ആയിട്ടുണ്ട്, മീയും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും വെട്ടാൻ കഴിയില്ല, ഡി വെട്ടാം. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കണ്ടോ, ഈ മെയിൻ വേർബ് പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും V3 ആക്കണം. അത് ചെക്ക് ചെയ്യൂ. നോയുടെ V3 ആണ് നോൺ, അപ്പം അത് കറക്റ്റ് ആയിട്ടുണ്ട്. നോസ് അത് V1 ആണ്, V3 ആയിട്ടില്ല. സോ നമുക്ക് സി അവിടെ വെട്ടാം, ഉത്തരമായിട്ടുണ്ട്. മനസ്സിലായോ? എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ ഉത്തരം ഇവിടെ കൺഫേം ആകുന്നത് കണ്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. സെറ്റ് അല്ലേ? ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കോളൂ, നോ എന്ന് പറയുന്നത് V1 ആണല്ലോ. V1 ആകുന്ന സമയത്ത് പാസീവ് വോയിസ് ആക്കുമ്പോൾ ആം, ഈസ്, ആറിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് ചേർക്കേണ്ടത്. കാരണം അത് പ്രസന്റ് ആണ്. ആം, ഈസ്, ആറിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് ചേർക്കേണ്ടത്. സോ ഇവിടെ ഈസ് ഉണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. സാധാരണഗതിയിൽ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് നമ്മൾ അവസാനം ബൈ ഹിം എന്നാ കൊടുക്കുക. പക്ഷേ നോ എന്ന വേർബ് വരുന്ന സമയത്ത് ബൈക്ക് പകരം നമ്മൾ എന്ത് ചേർക്കുന്നു? ടു ചേർക്കുന്നു. ടു ഹിം എന്ന് ചേർക്കുന്നു, അല്ലെങ്കിൽ ടു മീ എന്ന് ചേർക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ടു വന്നിട്ടുള്ളത്. ബൈനേക്കാൾ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ടു ആണ്. അപ്പൊ അവിടെ ഓർക്കുക, നോ എന്ന വേർബ് വരുന്ന സമയത്ത് ബൈ അല്ല ടു ആണ് ചേർക്കേണ്ടത് എന്നത് കൂടി ഓർത്ത് വെച്ച് പഠിക്കുക. സെറ്റ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദേ ഹാവ് കട്ട് ഓൾ ടെലഫോൺ വയേഴ്സ്. അപ്പോൾ ഞാൻ നോക്കുന്നത് പോലെ നിങ്ങൾ നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? സബ്ജക്റ്റ് ദേ ആണ്. അപ്പൊ ദേ അവസാനത്തിൽ പോയി ദം ആകണം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ? ഓൾ ടെലഫോൺ വയേഴ്സ്. ഇത് ഇത്രയും ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഓൾ ടെലഫോൺ വയേഴ്സ് തുടക്കത്തിൽ വരണം. അപ്പൊ നമുക്ക് അത് വെച്ച് നോക്കാം. ഓൾ ടെലഫോൺ വയേഴ്സ് തുടക്കത്തിൽ ഇല്ലാത്ത 2 എണ്ണം ഉണ്ട്. സോ അത് രണ്ടും നമുക്ക് വെട്ടാം. പിന്നെ ദേ എന്നുള്ളത് അവസാനത്തിൽ വരുമ്പോൾ ദം ആകണം. പക്ഷെ ബിയിലും ഡിയിലും ദം വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പാസീവ് വോയിസിൽ സബ്ജക്റ്റിനെ അഥവാ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ അഥവാ ഇവിടുത്തെ ദേയെ ദമ്മായിട്ട് പറയൽ നിർബന്ധമില്ല. പ്രത്യേകിച്ചും സബ്ജക്റ്റ് ആയിട്ട് പ്ലൂറൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും അതിനെ കളയും. അപ്പൊ അവിടെ ദം വന്നില്ല എങ്കിലും നമുക്ക് പ്രശ്നം ഇല്ല. സെറ്റ് അല്ലേ? ദെൻ ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ഇനി നമ്മൾ നോക്കുന്നത് മെയിൻ വേർബ് V3 ആയിട്ടുണ്ടോ. കട്ട് എന്നുള്ളത് V3 ആക്കുമ്പോൾ കട്ട് തന്നെയാണ്, 2 സ്ഥലത്തും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഹാവ് ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ എന്താകുന്നു? ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ആകണം. കേട്ടോ, ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഞാൻ ഈ പറയുന്ന സാധനം അതേപോലെ പഠിച്ചു വെക്കുക. ആക്റ്റീവ് വോയിസിൽ ഹാവ് കണ്ടാൽ പാസീവ് വോയിസിൽ നിങ്ങൾ എന്താക്കണം?
ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ. കേട്ടോ, ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ. അല്ലെങ്കിൽ എന്ന് പറയാനുള്ള കാരണം പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസും. ഇവിടെ നമ്മൾ ഓൾ ടെലഫോൺ വയേഴ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ അത് പ്ലൂറൽ ആണ്. അപ്പോൾ നമുക്ക് ഹാവ് തന്നെ കൊടുക്കാം, ഹാവ് ബീൻ കൊടുക്കാം. പക്ഷേ നമ്മൾ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഹാവ് ബീൻ വന്നിട്ടുണ്ട്, ഇവിടെ ഹാഡ് ബീൻ. ഹാഡ് നമുക്ക് വരേണ്ട ആവശ്യം തന്നെ ഇല്ല, അപ്പോൾ നമുക്കത് വെട്ടാം. സോ നമ്മുടെ ഉത്തരം ഹാവ് ബീൻ ആണ്. ഓൾ ടെലഫോൺ വയർ ഹാവ് ബീൻ കട്ട്. ഓൾ ടെലഫോൺ വയേഴ്സ് ഹാവ് ബീൻ കട്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ഇത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നാലേ നിങ്ങൾക്ക് ഈ ഒരു എലിമിനേഷൻ ടെക്നിക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. സോ അടുത്ത ചോദ്യത്തിൽ നമുക്ക് വരാം. ഞാൻ പറയുന്ന അതേ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷീ അവസാനം കൊടുക്കാം, മാത്തമാറ്റിക്സ് ആദ്യം കൊണ്ടുവരാം. ഷീ അവസാനം പോകുമ്പോൾ ഹെർ ആകും. പക്ഷെ എല്ലാത്തിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടീച്ചിങ്ങിനെ V3 ആക്കണം. ഓപ്ഷൻസിൽ V3 വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാത്തിലും V3 വന്നിട്ടുണ്ട്. അവിടെയും നമ്മുടെ ഉത്തരം കൺഫേം ആയിട്ടില്ല. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു സാധനം ഉണ്ട്, ഈസ് ടീച്ചിങ്, അഥവാ ഇത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഓക്സിലറി ആമീസ് ആർ വാസ് വെയർ, ഓക്സിലറി വരുന്നു, ശേഷം ING ഫോം ഓഫ് ദി വെർബ് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. കേട്ടോ, കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വെയർ എന്നിവ ഓക്സിലറി ആയിട്ട് വരിക. ശേഷം ING ഫോം ഓഫ് ദി വെർബ് വന്നാൽ അത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് വരുമ്പോൾ എപ്പോഴും ഒരു ബീയിങ് ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബീയിങ് ഉള്ളത് ഏതൊക്കെയാന്ന് നോക്കാം. എയും ബിയും ബീയിങ് ഉണ്ട്. സിയിലും ഡിയിലും എന്തില്ല? ബീയിങ് ഇല്ല. അതുകൊണ്ട് നമുക്ക് സിയും ഡിയും വെട്ടാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ബീയിങ് രണ്ടിലുമുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഈസ് ആയതുകൊണ്ട് ഓപ്ഷനിലും ഈസ് തന്നെയാണ്, ആൻസറിലും ഈസ് തന്നെയാണ് വരേണ്ടത് എന്ന് നിർബന്ധം പിടിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈസ് വന്നാൽ അതിനർത്ഥം പാസീവ് വോയിസിൽ ആമോ ഈസോ ആറോ വരാം, ആമോ ഈസോ ആറോ വരാം. അത് തീരുമാനിക്കേണ്ടത് പാസീവ് വോയിസിൽ സബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിക്കൊണ്ടാണ്. ഇവിടെ മാത്തമാറ്റിക്സ് എന്നാണ്. മാത്തമാറ്റിക്സിൽ അവസാനം എസ് ഉണ്ട് എങ്കിലും അതെന്തല്ല? പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. സോ മാത്തമാറ്റിക്സ് ഈസ് ബീയിങ് ടോട്ട് ബൈ ഹെർ എന്നാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു റൂള്, ചില സബ്ജക്റ്റുകളുടെ പേര് പറയുമ്പോൾ അവസാനം എസ് ഉണ്ടാകും. കണ്ടോ, ഫിസിക്സ്, സിവിക്സ്, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ്. കണ്ടോ, അപ്പോൾ അവസാനം എസ് ഉണ്ട് എങ്കിലും അതെന്തല്ല? പ്ലൂറൽ അല്ല. ബോയ്സ് എന്നുള്ള അവസാനം എസ് ഉള്ളത് കൊണ്ട് അത് സിംഗുലറായി. ഫിസിക്സിൽ അവസാനം എസ് ഉള്ളത് പ്ലൂറലായി, ബോയ്സ് പ്ലൂറലായി. അതേപോലെ ഫിസിക്സ് സിവിക്സിൽ എസ് ഉണ്ടല്ലോ, അതും പ്ലൂറലാണെന്ന് ധരിക്കരുത്. ചില നൗണുകളിൽ സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന ചില നൗണുകളുടെ അവസാനത്തിൽ എസ് ഉണ്ട് എങ്കിലും അത് പ്ലൂറൽ അല്ല, സിംഗുലർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദേ ഹാവ് ഡൺ ഇറ്റ്. ഇവിടെ കുറച്ചുകൂടി എളുപ്പമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള സാധനമാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. കണ്ടിന്യൂസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് പാസീവ് വോയിസിൽ ബീയിങ് ഉണ്ടോ എന്നാണ്. അതേപോലെ പെർഫെക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഓപ്ഷനിൽ ബീൻ ഉണ്ടോ എന്നാണ്. കേട്ടോ, കണ്ടിന്യൂസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ആമീസ് ആർ വാസ് വെയർ പ്ലസ് വെർബ് പ്ലസ് ING ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. ഇനി ഹാവ്, ഹാഡ്, ഹാസ് പ്ലസ് V3 ആണെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്. വേണമെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിച്ചോളൂ. ഒരു സെന്റൻസിൽ ഹാസ്, ഹാവ്, ഹാഡ് ശേഷം V3 വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ നോക്കിയോളൂ, ഹാവ് തൊട്ടുടനെ V3 വരണം, V3. അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പെർഫെക്റ്റ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ബീൻ ഉണ്ടാകും എന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ബിയും ഡിയും ഓപ്ഷൻ വെട്ടാം, കാരണം അവിടെ ബീൻ ഇല്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇറ്റ് തുടക്കത്തിൽ വന്നിട്ടുണ്ട്. ദേ നമുക്ക് ദമ്മാക്കാം, അല്ലെങ്കിൽ അത് ഇല്ലാതെയും പറയാം. രണ്ടിലും ദമ്മില്ല, അത് നമുക്ക് പ്രശ്നമല്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഹാവ് ആണ്. ഹാവ് വന്നു കഴിഞ്ഞാൽ അതിനെ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്, ഒരിക്കലും ഹാഡ് വരില്ല. റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് ടെൻസ് മാറുന്നത്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ ടെൻസ് മാറില്ല. ഹാവ് മാറി ഹാഡ് ആയി കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിലേക്ക് അത് പോകും. അപ്പൊ അങ്ങനെ ഒരിക്കലും വരില്ല. സോ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്. സോ ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസേ കൊടുക്കൂ, ഹാവ് കൊടുക്കില്ല. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സെറ്റ് അല്ലേ?
ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗീവ് ഹിം എ ബുക്ക്. അവനൊരു പുസ്തകം നൽകുക. ഇത് ഇംപറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. ഇംപറേറ്റീവ് സെന്റൻസ് പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്കറിയാം. ലെറ്റ് അല്ലെ, ലെറ്റ് കൊടുക്കുക, ശേഷം ഒബ്ജക്റ്റ് ആയിട്ടുള്ള എ ബുക്ക് കൊടുക്കുക. അപ്പൊ ലെറ്റ് എ ബുക്ക് അല്ലെ, ലെറ്റ് എ ബുക്ക്. ദെൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ലെറ്റ് എ ബുക്ക്. പിന്നെ ഇവിടെ ഒരു ഹിമ്മും കൂടെ ഉണ്ട്. അപ്പൊ അഥവാ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഗീവ് പുസ്തകം നൽകുക, ആർക്ക് നൽകുക? അവന് നൽകുക. അപ്പൊ രണ്ട് ഒബ്ജക്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നമുക്ക് രണ്ട് ഒബ്ജക്റ്റിനെയും പരിഗണിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. അപ്പൊ ലെറ്റ് എ ബുക്ക് ബി ഗിവൺ ടു ഹിം എന്ന് കൊടുക്കണം കേട്ടോ. ലെറ്റ് എ ബുക്ക്. അപ്പൊ ലെറ്റിന് ശേഷം ആദ്യം നമുക്ക് ഒബ്ജക്റ്റ് 1 കൊടുക്കാം അല്ലെ, ഒബ്ജക്റ്റ് 1 കൊടുക്കാം, പിന്നീട് ഒരു ബി കൊടുക്കാം, പിന്നെ ഒരു V3, പിന്നെ അടുത്ത ഒബ്ജക്റ്റ് 2ന് ശേഷം എഴുതി കൊടുക്കാം. സോ ലെറ്റ് എ ബുക്ക് ബി ഗിവൺ ടു ഹിം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. കാരണം അവിടെ രണ്ട് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ഹിമ്മും വന്നിട്ടുണ്ട്, എ ബുക്കും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിനെയും നമ്മൾ ചേർക്കണം. അപ്പൊ എ ബുക്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ ചേർത്തു. ദെൻ രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ V3ക്ക് ശേഷം 2 ആഡ് ചെയ്തുകൊണ്ട് ചേർത്തു. അത് ഓർത്ത് വെക്കണം കേട്ടോ. അത് ഓർത്ത് വെക്കേണ്ട സംഗതിയാണ്, മാറിപ്പോകരുത്. ദെൻ അടുത്ത ഷട്ട് ദ വിൻഡോ. ഷട്ട് ദ വിൻഡോ. ഇതിനെ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒറ്റ ഒബ്ജക്റ്റേ ഉള്ളൂ. ഒറ്റ ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3 കൊടുത്താൽ മതി അല്ലേ, V3 കൊടുത്താൽ മതി. വേണമെങ്കിൽ ലോബ് V3 എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ലോബ് V3. ഇംപറേറ്റീവ് സെന്റൻസ് പാസീവ് ആക്കുന്ന സമയത്ത് ലോബ് V3. ലെറ്റ് ഒബ്ജക്റ്റ് ബി പ്ലസ് V3 കേട്ടോ. ലെറ്റ് ഒബ്ജക്റ്റ് ബി പ്ലസ് V3. ലെറ്റ് ഉള്ളത് തന്നെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കൺഫേം ആയി. ലെറ്റ് വന്നിട്ടുണ്ട്, ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ബി വന്നിട്ടുണ്ട്, V3 വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഷട്ട് ദ വോയിസ് ഓഫ് ദ വേർബ്, സോറി ചേഞ്ച് കേട്ടോ, ഷട്ടല്ല ചേഞ്ച്. പീറ്റർ പോസ്റ്റഡ് ദ ലെറ്റർ. അപ്പൊ ഇവിടെ ദ പീറ്റർ ആദ്യം വരണം, എല്ലാത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. സോറി, ദ ലെറ്റർ ആദ്യം വരണം, എല്ലാത്തിലും ദ ലെറ്റർ വന്നിട്ടുണ്ട്. അവസാനം പീറ്റർ വരണം, അതും എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഈ മിഡിലുള്ള ഏരിയ ആയിരിക്കും മിക്കവാറും നമുക്ക് ചെക്ക് ചെയ്യാൻ തരുന്നത്. ഇവിടെ പോസ്റ്റഡ് എന്നുള്ളത് V2 ആണ്. V2 ആണെങ്കിൽ അവിടെ ഓക്സിലറി ഏത് വരും? വാസ് അല്ലെങ്കിൽ വേർ വരും. വാസ് അല്ലെങ്കിൽ വേർ വരും. V1 ആണെങ്കിൽ ഓക്സിലറി ഏത് വരും? പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് ആം, ഈസ്, ആർ. അപ്പൊ നമുക്ക് ഇവിടെ വാസ് അല്ലെങ്കിൽ വേർ വരണം. ഓപ്ഷൻ ബിയിൽ വാസ് വന്നിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ വേർ വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി രണ്ടും നമുക്ക് വെട്ടാം. ഇനി ഇവിടെ ദ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് വാസേ കൊടുക്കാൻ പാടുള്ളൂ, വേറല്ല. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ അല്ലേ? ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും ആ ക്വസ്റ്റ്യന്റെ കറക്റ്റ് റൂൾ പറഞ്ഞാണ് പോകുന്നത്. അത് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യ വോൺ ദ മാച്ച്. ഇവിടെ പറഞ്ഞ അതേ റൂൾ തന്നെയാണ്. ഇന്ത്യ അവസാനം വരണം, മാച്ച് തുടക്കത്തിൽ വരണം. അങ്ങനെ വന്നിട്ടുള്ളത് എത്രയുണ്ട്? ദ മാച്ച് ഇവിടെ വന്നിട്ടുണ്ട്, ഇന്ത്യ അവസാനം വന്നു. ഇവിടെ ഇന്ത്യ ഉണ്ട്, ദ മാച്ച് അവിടെയും ഉണ്ട് അല്ലേ. പക്ഷേ നമുക്ക് ആദ്യമാണ് ദ മാച്ച് വരേണ്ടത്, അതുകൊണ്ട് അത് നമുക്ക് വെട്ടാം. അപ്പോൾ ഒരെണ്ണം മാത്രമേ പോയിട്ടുള്ളൂ. ഇനി ഇവിടെ ബീയിങ് കാണുമ്പോൾ അപ്പം തന്നെ അങ്ങ് വെട്ടിക്കോളൂ. കാരണം ബീയിങ് ഒരിക്കലും നമുക്ക് വരില്ല, ബീനും വരില്ല. കാരണം ഈ തന്നിരിക്കുന്നത് എന്തല്ല, പെർഫെക്റ്റും അല്ല, കണ്ടിന്യൂസും അല്ല. പെർഫെക്റ്റ് ആകുമ്പോഴാണ് ബീൻ വരുന്നത്, കണ്ടിന്യൂസ് വരുമ്പോഴാണ് ബീയിങ് വരുന്നത്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് അങ്ങ് വെട്ടാം അല്ലെ. ഇന്ത്യ വോൺ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. വിൻ എന്നുള്ളത്, വോൺ എന്നുള്ളത് വിന്നിന്റെ V2 ആണ്. അപ്പോൾ ഇത് V2 ആണ്. V2 ആകുമ്പോൾ നമുക്ക് വാസ് അല്ലെങ്കിൽ വേർ ആണ് ഓക്സിലറി ആയിട്ട് വരേണ്ടത്. ഇവിടെ ഓപ്ഷനിൽ വാസ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ നമുക്ക് അത് തന്നെ ഉത്തരമായിട്ട് എടുക്കാം. ദ മാച്ച് വാസ് വോൺ ബൈ ഇന്ത്യ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഐ കാൺട്ട് യൂസ് മൈ കമ്പ്യൂട്ടർ, എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ്. അപ്പൊ അവിടെ കണ്ടിന്യൂസ് ആണ് വരേണ്ടത് അല്ലെ. കണ്ടിന്യൂസ് ആണ് വരേണ്ടത്. കണ്ടിന്യൂസ് വരുമ്പോൾ നമുക്ക് ബീയിങ് ചേർക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഓപ്ഷൻ എയിൽ വാസ് ബീയിങ്ങും ഓപ്ഷൻ ബിയിൽ ഈസ് ബീയിങ്ങും ഉണ്ട്. സോ ഇവിടെ നമ്മൾ അർത്ഥം നോക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ആ ഒരു സംഗതി കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചനയാണ് വരുന്നത്. സോ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്യാൻ നോക്കാം.
ക്യാൻ ആണ് വരുന്നിട്ടുള്ളത്. അപ്പൊ ക്യാൻ്റെ കൂടെ കണ്ടിന്യൂസ് പ്രസന്റേ വരൂ. കുഡ് ആയിരുന്നെങ്കിൽ പാസ്റ്റ് വന്നേനെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് തന്നെ പോകാം. സെറ്റ് അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് റോളിലേക്ക് എലിമിനേഷൻ ടെക്നിക്കിലൂടെ എത്തിച്ചേരുക. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലൂടെ നമ്മൾ പരിശീലിച്ചു വരുന്നത്. അത് കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.